കാനന സ്വർഗത്തെ കണി കണ്ടൊഴുകി വരുന്ന കാട്ടരുവികൾ. കാടിന്റെ കവിത ചൊല്ലുന്ന മാമലക്കണ്ടത്തേക്ക് സ്വാഗതം. കാടിന്റെ കണിയുള്ള നാടിന്റെ നിറമുള്ള കാട്ടാറിൻ കവിതയോ മാമലക്കണ്ടം. ഈ നൂൽപാലം ഇന്നെന്റെ കാൽപാദമേറിയാൽ കാഴ്ച വിശേഷത്തിലാനയിക്കാം. കോരിത്തരിപ്പോടെ പാറകേറാം, തിരയടിച്ചൊഴുകുന്ന പുഴയിറങ്ങാം, കുളിരുള്ള അരുവിയിൽ കുസൃതി കാട്ടാം, മഴയിൽ തിളങ്ങുന്ന പ്രകൃതി കാണാം. കാടിന്റെ ഗന്ധം, മലനാടിന്റെ ചന്തം, ഇത് മാമലക്കണ്ടം, മാമലക്കണ്ടം, മാമലക്കണ്ടം. കഴിഞ്ഞ കുറേ നാളത്തെ ആഗ്രഹമാണ് മാമലക്കണ്ടം യാത്ര. ഇനിയൊരു യാത്ര എപ്പോഴാണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും മാമലക്കണ്ടം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. എറണാകുളം ജില്ലയിലെ മോഹിപ്പിക്കുന്ന സഞ്ചാര ഇടങ്ങളുടെ മുൻനിരയിലെത്തി നിൽക്കുന്ന വൈറലായ ഒരു വനഗ്രാമമാണ് മാമലക്കണ്ടം. കോതമംഗലത്ത് നിന്നും തട്ടേക്കാട് പക്ഷി സങ്കേതം കടന്നെത്തുന്നത് കുട്ടമ്പുഴ ഭാഗത്തേക്കാണ്. കുട്ടമ്പുഴ ടൗണിൽ നിന്നും ഉരുളന്തണ്ണി ഫോറസ്റ്റ് റൂട്ടിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് മാമലക്കണ്ടത്തേക്ക് പ്രവേശിക്കാം. വനസൗന്ദര്യം ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റൂട്ട് പോകാം. മറ്റൊന്ന്, മൂന്നാർ റൂട്ടിൽ നേര്യമംഗലം പാലം കടന്ന് മാമലക്കണ്ടം ഗവൺമെന്റ് സ്കൂൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് കയറുന്ന പാതയാണ്. മാമലക്കണ്ടം എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ തെളിയുന്ന ചിത്രം ഈ സ്കൂൾ മാത്രമായി ഒതുങ്ങുന്നുവെങ്കിലും ഒത്തിരി കാണാക്കാഴ്ചകൾ ഒളിപ്പിച്ച ഒരു കാനന സ്വർഗമാണ് ഈ മലനാട്. ആ കാഴ്ചകളിലേക്കല്ല നമുക്കൊന്ന് കണ്ണോടിക്കാം. കുട്ടമ്പുഴയിൽ നിന്നും തിരിഞ്ഞ് ആദിവാസി വനമേഖല കൂടിയായ ഉരുളന്തണ്ണിയിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നെത്തുന്നത് കാടും മലയും കാട്ടാനുകളും കാട്ടരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയായി ആരെയും ആകർഷിക്കുന്ന കാടിനകത്തെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. കാടിന്റെ പരിധി ആയതിനാൽ ഇവിടെ സഞ്ചരിക്കുന്നവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിഷ്കർഷിക്കുന്ന മുൻകരുതലുകളും നിയമങ്ങളും ഉറപ്പായും പാലിക്കേണ്ടതാണ്. അനുമതിയില്ലാതെ ഉൾവനത്തിലേക്ക് കടക്കുന്നതും മറ്റും ശിക്ഷാർഹമാണ്. കോതമംഗലം ടൗണിലേക്ക് രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരുന്ന രീതിയിൽ ഒരേ ഒരു പ്രൈവറ്റ് ബസ് ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. കൂടാതെ ശനി ഞായർ ദിവസങ്ങളിൽ KSRTCയുടെ ജംഗിൾ സഫാരിയും കോതമംഗലം മാമലക്കണ്ടം വഴി മൂന്നാർക്ക് ഉല്ലാസയാത്ര പോകുന്നുണ്ട്. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ചെറിയ കാനനപാതകളും പിന്നിട്ട് യാത്ര മുന്നോട്ട്. 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട മാമലക്കണ്ടം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാനാകില്ല. കാരണം എറണാകുളം ജില്ലയിൽ ഇങ്ങനെ വനവും ഗ്രാമവും ഉണ്ടെന്ന് ആർക്കും അങ്ങനെ അറിയില്ല. കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ 10-11 വാർഡുകളിലാണ് മാമലക്കണ്ടം. മുമ്പ് ഇടുക്കി ജില്ലയിലായിരുന്ന മാമലക്കണ്ടം ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. ഇടുക്കിയുമായി അതിർത്തി പങ്കിടുന്നതും മാമലക്കണ്ടത്താണ്. ഏകദേശം 85 വർഷം മുമ്പാണ് മാമലക്കണ്ടത്ത് ജനങ്ങൾ കുടിയേറി പാർക്കാൻ ആരംഭിച്ചത്. കൃഷി ആവശ്യങ്ങൾക്കായി ജനങ്ങൾ കുടിയേറി. പിന്നീട് അതൊരു ഗ്രാമമായി രൂപാന്തരപ്പെട്ടു. പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട മാമലക്കണ്ടം 4 വശത്താലും വനത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് മാമലക്കണ്ടത്തെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്.
കാടിന് ഒരല്പം പോലും കോട്ടം വരുത്താതെയാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിച്ചു പോരുന്നത്. ആദിവാസി സംസ്കാരം നിലനിർത്തി ജീവിക്കുന്ന ഒരു പറ്റം ആദിവാസി ഗ്രാമവും അതോട് ചേർന്ന് ജീവിക്കുന്ന നാട്ടുകാരും കേരളത്തിൽ വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. എത്ര കണ്ടാലും മതിവരാത്ത പ്രകൃതിയുടെ വരദാനമാണ് ഇവിടുത്തെ വനങ്ങളും കാഴ്ചകളും. മാമലക്കണ്ടം യാത്ര എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഒരു കുളിരും പച്ചപ്പും ഓടിയെത്തും. കാരണം അതിമനോഹരമായ കാനന യാത്രയാണ് മാമലക്കണ്ടം യാത്ര. കൊച്ചിയിൽ നിന്നും 60 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാമലക്കണ്ടത്തെത്താൻ സാധിക്കും. മാമലക്കണ്ടം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഈ അടുത്ത കാലത്താണ്. 3-4 വർഷമേ ആയിട്ടുള്ളൂ. അതിന് പ്രധാന കാരണം ജിയോ നെറ്റ്വർക്ക് വന്നത് മുതലാണ്. മാമലക്കണ്ടത്തിന്റെ ഭംഗി പ്രദേശവാസികളായ 2 വ്ളോഗർമാർ വഴി സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി. അക്കാലത്ത് സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള സ്കൂളിന്റെ ദൃശ്യം ട്രെൻഡിംഗ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാട്ടാനകൾ കാടിറങ്ങി കടന്നു പോകാറുള്ള ഒരു ഭാഗത്തുകൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. പന്തപ്ര മാമലക്കണ്ടം റോഡ് കയറിയാണ് മാമലക്കണ്ടം ഗവൺമെന്റ് സ്കൂൾ ഭാഗത്തേക്ക് പോകേണ്ടത്. പന്തപ്ര ഒരു ട്രൈബൽ ഏരിയ കൂടിയാണ്. വേനൽക്കാലത്ത് കാട്ടാനകൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാൻ പന്തപ്ര മേഖലയിലൂടെ കടക്കാറുണ്ട്. ചെറിയ തോടുകളും ചാലുകളുമൊക്കെയായി കുട്ടമ്പുഴയാറിന്റെ കൈവഴികൾ നിറഞ്ഞൊഴുകുന്ന കാഴ്ചകൾ ഇവിടെ അങ്ങിങ്ങായി ആസ്വദിക്കാവുന്നതാണ്. ഉരുളിക്കുഴിയിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഇവിടേക്കാണ് വന്നെത്തുന്നത്. വെള്ളം കുറവായ സമയമായതിനാൽ പുഴ ഇവിടെ ഒരു ഭാഗം ചേർന്നാണ് ഒഴുകുന്നത്. പലയിടത്തും ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ള ഇവിടെ പുഴ നിറഞ്ഞൊഴുകുന്ന സമയങ്ങളിൽ ഒന്നും ആലോചിക്കാതെ വെള്ളത്തിലിറങ്ങുന്നവർ ഈ അപകട സാധ്യത ഓർക്കാറില്ല. ആയതിനാൽ കരപറ്റി നടക്കുന്നതാണ് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ഏറ്റവും സുരക്ഷിതം. പാറയിൽ തട്ടി പതഞ്ഞൊഴുകി പാൽപ്പുഴ പോലെ പോകുന്ന ഈ ജലയാത്ര ചെന്നെത്തുന്നത് പീണ്ടിമേട് വെള്ളച്ചാട്ടത്തിലേക്കാണ്. അവിടുന്ന് പൂയംകുട്ടിയിലേക്ക് പാറക്കല്ലുകളിൽ ചിന്നിച്ചെതിറിയെത്തുന്ന വെള്ളത്തിന്റെ ഓളങ്ങൾ താളം മൂളുന്ന നിമിഷങ്ങളിലേക്ക് ഒന്ന് പോയി വരാം.
പച്ചപ്പ് പൊതിഞ്ഞു നിർത്തിയിരിക്കുന്ന ഈ മലയോര ഇടറോഡിലൂടെ കുളിരേറ്റു വണ്ടിയോടിക്കാൻ ഒരു പ്രത്യേക രസമാണ്.